നീ ആരടാ, ഞാൻ KPCC സെക്രട്ടറിയാണ്, നീ ആരടാ, ഞാൻ KPCC സെക്രട്ടറിയാണെന്ന് ചോദിക്കുന്നു. സന്ദീപ് വാര്യർ BJPയുടെ ഒരു മുഖമായിരുന്നു. AICCയുടെ പ്രസിഡന്റിൻ്റെ അനുമതിയോടുകൂടി എടുത്തിട്ടുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു കോൺഗ്രസ് നേതാവിനും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അവകാശമില്ല. ചെറിയ കമ്മിറ്റി ആയാൽ അതിന് ആരോപണം ഉണ്ടാകും, വലിയ കമ്മിറ്റി ആയാൽ അതിന് ആരോപണം ഉണ്ടാകും. ഈ ആരോപണം പറയാനിരിക്കുന്നവർക്ക് എപ്പോഴും ആരോപണങ്ങൾ പറയാം. ശരി, ഏത് ചെയ്താലും നല്ലതെന്ന് പറയുന്നവർക്ക് ഏത് ചെയ്താലും നല്ലതെന്ന് പറയാം. ഈ പുനഃസംഘടന കോൺഗ്രസിന് ഗുണം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ. അത് എല്ലാ അർത്ഥത്തിലും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതികുമാർ ചാമക്കലയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും KPCCയുടെ പുതിയ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വന്നതിന്. സാറ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊരു ട്രോളുകൾ പ്രചരിക്കുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് അന്ന് നിങ്ങൾ മാതൃഭൂമിയിൽ നടത്തിയ ന്യൂസുമായി ബന്ധപ്പെട്ട് ആരടാ നീ ചോദിച്ച ആ ട്രോളുകൾ ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും KPCCയിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ ചില സിനിമകൾ എത്ര വർഷം കഴിഞ്ഞാലും അത് സൂപ്പർ ഹിറ്റായി തന്നെ തുടരും. അതുപോലെ ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ള രാഷ്ട്രീയ ട്രോളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ട്രോളാണ് ഞാനും ശ്രീ സന്ദീപ് വാര്യരുമായിട്ടുള്ളത്. അത് രാഷ്ട്രീയത്തിൽ പല ചലനങ്ങളും ഉണ്ടാകുമ്പോൾ വീണ്ടും അത് റീഅപ്പിയർ ചെയ്യാറുണ്ട്. റീഅപ്പിയർ ചെയ്യുന്ന ഓരോരോ രീതിയിലാണ്. അന്ന് ആ സംഭവം ഉണ്ടായി. അന്ന് സന്ദീപ് വാര്യർ BJPയുടെ പ്രതിനിധിയാണ്, ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. ഞങ്ങൾ തമ്മിൽ ആകസ്മികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇടയിൽ തർക്കമുണ്ടാകുന്നു. അത് പിന്നീട് പരിധി വിട്ടു പോയി എന്ന് എനിക്ക് ഉത്തമ ബോധ്യവുമുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ അപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് പരിധി വിട്ടു പോയിരുന്നു. അത് വലിയ ട്രോളായി. അതിൻ്റെ പേരിൽ എനിക്കെതിരെ BJP പ്രകടനം നടത്തി. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിലേക്ക് പ്രകടനം നടത്തി. നാട്ടിൽ അഞ്ചലിൽ എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തി. പക്ഷേ ആ ട്രോൾ കേരളീയ സമൂഹത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി നിലനിന്നിരുന്നു. അതിനുശേഷം സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ്. അതെ. ആ സമയത്താണ് പിന്നീടത് വലിയ രീതിയിൽ ട്രോളായി മാറുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. BJPയിലുണ്ടായിരുന്ന സന്ദീപ് വാര്യരെ ഞാൻ ഒരു ഐഡിയോളജിയുടെ പേരിൽ ആ പാർട്ടിയിൽ നിൽക്കുകയും അന്ന് വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹം ആ ഐഡിയോളജി ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് ട്രോൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി അത് പരസ്പരം ഷെയർ ചെയ്യാറുണ്ടോ ഈ ട്രോളുകളൊക്കെ? അങ്ങനെയില്ല. ഞങ്ങൾ അതിനു മുമ്പ് ഞാനും സന്ദീപ് വാര്യരുമായി ഇത്തരത്തിൽ ഈ വാടാപടാ വിളി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എപ്പോഴോ സന്ദീപ് വാര്യരുടെ അമ്മ സിംഗിങ് സ്റ്റേയിലേക്കാണ്, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാരോ പറഞ്ഞപ്പോഴാണ് ഞാൻ സന്ദീപ് വാര്യരെ വിളിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഏതോ ഒരു വേദിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ല. കാരണം ഞങ്ങൾ രണ്ട് മേഖലയിലാണ്. ചാനൽ മുറികൾ നേരിട്ട് കാണേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. സന്ദീപ് വാര്യരുടെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോൾ, വളരെ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. അതെ, ഇങ്ങനെയാണ്, സിംഗിങ് സ്റ്റൈലാണെന്ന് പറഞ്ഞു. അവിടെ അവസാനിച്ചു. പിന്നീട് ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ്സിലേക്ക് വരുന്ന വേളയിലാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണാനിടയാകുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും KPCCയുടെ ഭാരവാഹികളായപ്പോൾ തീർച്ചയായും വീണ്ടും ഒരിക്കൽ കൂടി അത് റീഅപ്പിയർ ചെയ്യുന്നു. നീ ആരടാ, ഞാൻ KPCC സെക്രട്ടറിയാണ്, നീ ആരടാ, ഞാൻ KPCC സെക്രട്ടറിയാണെന്ന് ചോദിക്കുന്നു. അത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു നമ്മളത് പോസിറ്റീവായി കാണുകയും അതിനെ ആ രീതിയിൽ തന്നെ എന്താ പറയുക, അതിനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സെറ്ററായി കണ്ടുകൊണ്ട് അതിനെ നേരിടുന്നതാവും നല്ലത്. പക്ഷേ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന് KPCC ജനറൽ സെക്രട്ടറി പദവി കൊടുത്തപ്പോൾ ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്ത് വിവാദം? എനിക്കൊരു വിവാദം തോന്നുന്നില്ല. അല്ല, അത് സീറ്റ് മോഹിച്ചാണ്, അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയിട്ടാണ്? ഇപ്പം സന്ദീപ് വാര്യരെ സംബന്ധിച്ച് BJPയിൽ എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരെ സംബന്ധിച്ച് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്? BJPയിലെ ഏതെല്ലാം നേതാക്കന്മാരുണ്ട്. സന്ദീപ് വാര്യർ BJPയുടെ ഒരു മുഖമായിരുന്നു. വളരെ ഫോർഫ്രണ്ടിൽ നിന്ന മാധ്യമ രംഗത്ത് പ്രത്യേകിച്ച് ചർച്ചകളിലൊക്കെ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്നുണ്ടായ തിക്താനുഭവത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ പാർട്ടി വിട്ടു. സ്വാഭാവികമായി ഇപ്പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുകയും അദ്ദേഹത്തിന് അർഹിക്കുന്ന പദവി നൽകുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. അവിടെ ചാണ്ടിയുമ്മനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാകുന്നില്ലേ? ഇല്ല, അതെല്ലാം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? ഇന്നാരെ മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ജംബോ കമ്മിറ്റിയാണെന്നാണ്. അപ്പോൾ
അവിടെ ഒരു ഘട്ടത്തിൽ AICC എടുത്ത തീരുമാനം, AICCയുടെ പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടുകൂടി എടുത്തിട്ടുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു കോൺഗ്രസ് നേതാവിനും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അവകാശമില്ല. അതവിടെ തീരുകയാണ്. പിന്നെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർട്ടി ഫോറത്തിൽ പറയാം, നേതാക്കന്മാരോട് പറയാം, അത് നേതാക്കന്മാരുടെ വിട്ട് പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ പാർട്ടി ഫോറത്തിന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭ തന്നെ ഇവർ ഞങ്ങളുടെ ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യമുണ്ടായി. അപ്പോൾ അതൊക്കെ കോൺഗ്രസിനെതിരായിട്ട് സംഭവിക്കത്തില്ലേ അടുത്ത തെരഞ്ഞെടുപ്പ്? അങ്ങനെയല്ല. നമ്മുടെ സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർക്ക് നൽകിയിട്ടുള്ള ഒരു അവകാശം കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ളത്. അഭിപ്രായം പറയാൻ ആർക്കും ഇന്ത്യൻ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് എന്ത് അഭിപ്രായം പറയാനും എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസരം കൊടുത്തിട്ടുണ്ട്, അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ തീരുമാനമെടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ തീരുമാനമെടുക്കുമ്പോൾ ഇത്തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുകയും, വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് വീഴ്ചയല്ല എന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ് ആരാണോ ചൂണ്ടിക്കാണിക്കുന്നത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശേഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു വിവാദമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണമാകുന്ന വിഷയത്തിലേക്കോ ഒന്നും പോകില്ല. തീർച്ചയായിട്ടും അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ അവസരങ്ങൾ ഏത് മേഖലയിലുള്ളവർക്കും പറയാനുള്ള അവസരം കൊടുക്കുക എന്ന് പറയുന്നതും ജനാധിപത്യത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ തന്നെയാണ്. ഈ ജംബോ കമ്മിറ്റി കോൺഗ്രസിന് എതിരായിട്ട് സംഭവിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനെ അത് ചൂടുപിടിപ്പിക്കും, വിഷയങ്ങൾ തർക്കങ്ങളിലേക്ക് അത് വീണ്ടും കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങൾ അതിൻ്റെ പുറകെ വരുന്നുണ്ട്. ചെറിയ കമ്മിറ്റി ആയാൽ അതിന് ആരോപണം ഉണ്ടാകും, വലിയ കമ്മിറ്റി ആയാൽ അതിന് ആരോപണം ഉണ്ടാകും. ഈ ആരോപണം പറയാനിരിക്കുന്നവർക്ക് എപ്പോഴും ആരോപണങ്ങൾ പറയാം. ശരി, ഏത് ചെയ്താലും നല്ലതെന്ന് പറയുന്നവർക്ക് ഏത് ചെയ്താലും നല്ലതെന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ചെറുപ്പക്കാർ വരേണ്ടതുണ്ട്, പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ വരേണ്ടതുണ്ട്, പുതുമുഖങ്ങൾ വരേണ്ടതുണ്ട്. വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ആവശ്യമുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് പരമാവധി പരാതികളില്ലാതെ ഒരു പുനഃസംഘടന AICC നടത്തിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തേകുക മാത്രമേ ഉണ്ടാവൂ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നേതൃത്വത്തെ അറിയിച്ചാൽ നേതൃത്വം അത് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടവയെല്ലാം പരിഹരിക്കുകയും ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചു പാർട്ടി, KPCC ഭാരവാഹികൾ ഒരുപാട് പേരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ താഴെ തട്ടിലേക്ക് വരുമ്പോൾ അവിടെ DCC ആണെങ്കിലും മറ്റ് അതായത് ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളെല്ലാം ചത്തു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്തുകൊണ്ടാണ് ഒരു മാറ്റം വരാത്തത്, അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമോ? അല്ല, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തെറ്റായ വിവരങ്ങളാണ്. കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ പുനഃസംഘടിപ്പിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് KPCC പ്രസിഡന്റ് മാറി, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ പുതുതായി വന്നു. ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ വന്നിരിക്കുന്നു. ഇനി അടുത്തതായി KPCC സെക്രട്ടറിമാർ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ KPCCയുടെ എക്സിക്യൂട്ടീവ് വരാനുണ്ട്. DCC പ്രസിഡന്റുമാർ മാറണം, DCC ഭാരവാഹികൾ മാറണം. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് സമയബന്ധിതമായി നടപ്പിലാക്കും. നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിക്കലാണ് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ. സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായി ഫേസ് ചെയ്യേണ്ട ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടു പിന്നാലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അധികാരത്തിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, ഈ പുനഃസംഘടന കോൺഗ്രസിന് ഗുണം ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ. അത് എല്ലാ അർത്ഥത്തിലും ഇനി എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും സമയബന്ധിതമായി പൂർത്തിയാക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമാക്കുക എന്നത് തന്നെയാണ് നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. അതിൽ പടിപടിയായി അതിൽ നേതൃത്വം വിജയിച്ചുകൊണ്ടിരിക്കുന്നു.